SKN നാടൊന്നാകെ ചങ്കുപടഞ്ഞു നിൽക്കാണ്, വേദനിച്ച് നടുങ്ങി നിൽപ്പാണ്. SKN ഇന്നും നാളെയും സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. പൊതുപരിപാടികളും ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു എന്നുള്ളതാണ്. SKN അതിനിടയിൽ വന്ന ആർമിയുടെ ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ്: അപ്രോക്സിമേറ്റ്ലി 130 സോൾജേഴ്സ് ലെഡ് ബൈ ക്യാപ്റ്റൻ തുഷാർ ഓഫ് 23 മറാത്ത റെജിമെന്റ് ആൻഡ് ക്യാപ്റ്റൻ സൗരഭ് ഓഫ് 2 മദ്രാസ് റെജിമെന്റ് ഫ്രം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ആർ മൂവിംഗ് ടുവേർഡ്സ് വയനാട് ഫ്രം ട്രിവാൻഡ്രം. Maximum team members will be airlifted by IAF aircraft Calicut and the rest will be proceed by road എന്ന് പറയുന്നു. അപ്പോൾ 130 അംഗ സൈനികരുടെ അടുത്ത സംഘം ട്രിവാൻഡ്രത്തുനിന്ന് വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ആളുകളെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. SKN ഇപ്പോഴും ഹെലികോപ്റ്ററുകൾ പക്ഷേ അങ്ങോട്ടേക്ക് എത്തി എയർലിഫ്റ്റ് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. അതുമാത്രമല്ല, വ്യോമസേന സംഘം കൂടുതൽ ആളുകളെ എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ സംഘത്തെ നിയോഗിക്കാൻ പ്രതിരോധ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തുന്നു. പറഞ്ഞാൽ കൂടുതൽ വ്യോമസേനാ സംഘങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നിയോഗിക്കാൻ ആവശ്യമായ എല്ലാവിധ ചർച്ചകളും നടക്കുന്നുണ്ട്. SKN ഇപ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നം ഏറ്റവും ഒടുവിൽ എന്ന് പറഞ്ഞാൽ അപകടത്തിൻ്റെ ആദ്യ മണിക്കൂറുകൾ അതീവ നിർണായകമാണ്. ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്ന ആദ്യ മണിക്കൂറുകൾ അങ്ങേയറ്റം നിർണായകമാണ്. അത് നമ്മൾ കർണാടകയിൽ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നു എന്ന് പറയുന്നതല്ല, പരമാവധി സജ്ജീകരണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടിയും ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഈ അപകടത്തിൻ്റെ എപ്പിക് സെൻറ്ററിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക്, രക്ഷാദൗത്യ സംഘത്തിന് അപകടമുണ്ടായി ഏകദേശം 12-13 മണിക്കൂറാവുന്ന സമയത്തും അങ്ങോട്ടേക്ക് കാര്യക്ഷമമായി എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമാണ്. അത് നമുക്കറിയാം. അവിടുത്തെ മുണ്ടക്കൈ പുഴ കരകവിഞ്ഞൊഴുകുകയാണ്, വല്ലാതെ ഒഴുകുകയാണ്. ചൂരൽമല പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മുണ്ടക്കൈ പുഴ വഴി NDRF ഒരു ചെറുസംഘം അങ്ങോട്ടേക്ക് എത്തി. അപ്പോൾ അതൊരു രക്ഷാ കവാടമാകും എന്ന് കരുതിയപ്പോഴത്തേക്കാണ് SKN വീണ്ടും ഉരുൾപൊട്ടലിന് സമാനമായി എന്തോ സംഭവിക്കുകയും അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ചെയ്തു. ഇനിയിപ്പോൾ ആ പുഴ വഴി കടന്നു പോകാൻ കഴിയില്ല. മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ള ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു. SKN ഇപ്പോൾ അവിടെ ആ പുഴയ്ക്ക് കുറുകെ ഒരു പാലം നിർമ്മാണമാണ് പ്രധാനമായും. 330 അടി നീളമുള്ള പാലം നിർമ്മിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്യം. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. SKN അതിഭീകരമായ അതിശക്തമായ മഴ അവിടെ മാത്രമല്ല, വയനാട് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം പെയ്യുന്നുണ്ട്. എറണാകുളത്തൊക്കെ പെരിയാർ ഒഴുകി തുടങ്ങിയ SKN പോയ മഹാപ്രളയത്തിൻ്റെ സൂചനകൾ പോലെ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അത്രയും അതിഭയങ്കര മഴയാണ്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ ആളുകൾ മാറി താമസിക്കണം എന്ന നിർദ്ദേശം വയനാട് വരുന്നു. വയനാട് മാത്രമല്ല, പൊതുവെ അങ്ങനെ മൊത്തത്തിൽ വരുന്നുണ്ട്. SKN സമാനതകളില്ലാത്ത രക്ഷാദൗത്യത്തിന് അങ്ങേയറ്റം ചങ്കിടിപ്പിക്കുന്ന കാഴ്ചകൾ പ്രേക്ഷകർ കാണുകയാണ്. കയറുകെട്ടി ഈ പൊളിഞ്ഞ സ്ഥലത്ത് നിന്നും ആളുകളെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 ഭൂഖണ്ഡം കണക്കെ ഭൂമികൾ പൊട്ടിമാറിയ അവസ്ഥയാണ്. ഒരു ബന്ധവുമില്ലാത്ത അവസ്ഥ. ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഈ 330 അടി നീളമുള്ള പാലമാണ്. ഒരിക്കൽ കൂടി പറയുന്നത്, ആളുകൾ അനാവശ്യമായി പുറത്തിറങ്ങുക എന്ന നിർദ്ദേശം അവിടുത്തെ ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് നൽകുന്നുണ്ട്. അതിന് കാരണം അത് രക്ഷാദൗത്യത്തെ ചില്ലറയല്ല, അത് വലുതായി തന്നെ ബാധിക്കുന്നുണ്ട്. കൂടുതൽ അങ്ങോട്ടേക്ക് സൈനികർ എത്തുമ്പോൾ, കൂടുതൽ വ്യോമസേന എത്തുമ്പോൾ, എയർലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ കൂടുതലായി എത്തുമ്പോൾ ഈ മുണ്ടക്കൈയുടെ കൊടിയ വേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അത് തന്നെ കാത്തിരിക്കുന്നു നമ്മളിപ്പോഴും. SKN. ഓക്കെ, ആഷ്മി താജ് ഇബ്രാഹിം. ഇപ്പോൾ നമുക്കൊപ്പം TK രജിത്ത് കൂടി അല്പ നിമിഷങ്ങൾക്കകം സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നൊരു വാർത്ത അറിയിക്കുന്നു. പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് പള്ളിപ്പടിയിൽ ഇപ്പോൾ 11 വീടുകളിൽ വെള്ളം കയറിയെന്ന വാർത്തയാണ്. 6ഓളം കുടുംബങ്ങളെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും വിഷ്ണു സുരേഷിൻ്റെ അറിയിപ്പിൽ പറയുന്നു. വീണ്ടും TK രജിത്ത് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ന്യൂസ് ഡെസ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് TK രജിത്ത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം വയനാട്? SKN സൈന്യം ഈ ഘട്ടത്തിൽ നടത്തുന്ന നീക്കങ്ങളാണ് ഏറ്റവും പ്രധാനമെന്ന് രക്ഷാദൗത്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള വെല്ലുവിളികളെ മറികടന്നുകൊണ്ടുള്ള നീക്കങ്ങൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ആ രക്ഷാദൗത്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്, പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് കൂടുതൽ സൈനിക സംഘം അവിടേക്ക് എത്താൻ പോകുന്നു. അത് 130 അംഗ സൈനിക സംഘമാണ്. അത് കരമാർഗവും വ്യോമമാർഗവും അവിടേക്ക് എത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. നിലവിൽ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മൂവ് എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ടത് താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം തന്നെയാണ്. അതിനുവേണ്ട നടപടികൾ ഏത് തരത്തിൽ വേണം, അതിനെത്രത്തോളം സഹായകരമാകുന്ന തരത്തിൽ പുതിയ സംഘം എത്തുന്നത് സഹായകരമായി മാറും എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ ശ്രദ്ധേയമാണ്. സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വേദന, വലിയ നടുക്കമുണ്ടാക്കിയിരിക്കുന്ന ഒരു ദുരന്തം. അതിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് എത്രത്തോളം സാഹസിക നിറഞ്ഞ ദൗത്യമാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അവിടെ ഒരു പാലമുണ്ടായിരുന്ന ആ പാലം തകർന്നുപോയി. കുത്തിയൊലിച്ചെത്തുന്ന പുഴ, അതിനക്കരെ കുടുങ്ങിയിരിക്കുന്നവർ അവരെ റോപ്പ് മാർഗം കയറുകെട്ടി അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആളുകളെയൊക്കെ എക്കരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം.
ഹൃദയഭേദകമെന്ന് മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലും ആ രക്ഷാദൗത്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ നിൽക്കുന്ന സമയത്തും അവിടെ വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടായി എന്നുള്ള കാര്യം അത് ആ ദൃശ്യങ്ങളിൽ നിന്ന്, ആ പുഴ എത്രത്തോളം കലുഷിതമായാണ് ഒഴുകുന്നത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഉരുൾപൊട്ടലുണ്ടായോ എന്നുള്ള സംശയം അവിടെയുണ്ട്. രക്ഷാദൗത്യത്തിന് അത് വെല്ലുവിളിയായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരുന്നു. അതുകൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പൊതുപരിപാടികളും ആഘോഷ പരിപാടികളും എല്ലാം മാറ്റിവെച്ചിട്ടുണ്ട്. രാവിലെ 8:30 വരെയുള്ള വിവരമനുസരിച്ച് അതിശക്തമായ മഴ തുടരുന്ന നില. 24 മണിക്കൂറിടെ വയനാട് ലഭിച്ചത് റെഡ് അലേർട്ടിന് മുകളിലുള്ള മഴയാണ്. നേരത്തെ അതിൻ്റെ കണക്കുകളൊക്കെ ആഷ്മി താജ് ഇബ്രാഹിം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. തേറ്റമല പ്രദേശത്ത് 409 mm മഴയാണ്. അതുപോലെ കല്ലാടി, പുത്തുമല, കക്കയം, എളനാട്, ലക്കിടി, സുഗന്ധഗിരി, വാഴാനി തുടങ്ങിയ സ്ഥലങ്ങളിൽ 300 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. രക്ഷാദൗത്യം അതിൻ്റെ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോവുക, അതിൽ സൈന്യത്തിൻ്റെ ഇടപെടൽ പ്രധാനമായിരിക്കും. അപ്പോഴും നമ്മൾ മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാദൗത്യത്തിലെ ഇടപെടലിനെ നമുക്ക് പ്രത്യേകമായി തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഒക്കെ ഇടപെടൽ നമ്മൾ കണ്ടതാണ്. ആദ്യ മണിക്കൂറുകളിലേക്ക് അവരെത്തുമ്പോൾ മണിക്കൂറുകളായി ചെളിയിൽ പൂഴ്ന്നു നിന്ന ഒരാളെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. SKN ഹൃദയഭേദകമായ കാഴ്ച ആശുപത്രികളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പേരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പലരുടെയും പരിക്ക് ഗുരുതരമാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് കാണുമ്പോൾ വലിയ സങ്കടം, ഹൃദയം നുറുങ്ങുന്ന വേദന മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം പലരും പറയുന്നത് വീട്ടിലുള്ള അംഗങ്ങളെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടി അവർ എവിടെയെങ്കിലും സുരക്ഷിതമായി ഉണ്ടാകും എന്ന് കരുതുന്നവരുണ്ട്. ചില കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു സ്ത്രീ പ്രതികരിക്കുന്നത് കണ്ടിരുന്നു. അവരുടെ വീട്ടിലുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അവരുടെ സമീപത്തെ വീട്ടിലുള്ള ആരെക്കുറിച്ചും ഇതുവരെ ഒരു വിവരവുമില്ല എന്നുള്ള അവരുടെ പ്രതികരണം. ആ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്, എത്രത്തോളം വലിയ നടുക്കമാണത് കേരളത്തിനൊന്നാകെ എന്ന് പറയുമ്പോഴും SKN നമ്മുടെ സമീപ സംസ്ഥാനങ്ങൾ, രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നൊക്കെ ഈ വാർത്ത, ഇത്രയും വലിയൊരു വാർത്ത, രാജ്യം തന്നെ നടുങ്ങി നിൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തമിഴ്നാട് സർക്കാർ നമുക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ നിൽക്കാൻ എല്ലാ പിന്തുണയും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ കർണാടക മുഖ്യമന്ത്രിയുടെ ട്വീറ്റ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ഈ സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൽ കേരളത്തിൽ വേണ്ട എല്ലാ